ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഹെൽത്ത് ടോപ്പിക് ആയാലോ? ഇന്ന് നമുക്കൊരു ആയുർവേദിക് സ്റ്റീം ഇൻഹലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ? എന്താ ഈ ആയുർവേദിക് സ്റ്റീം ഇൻഹലേഷൻ? അതായത് നമുക്ക് ഈ നല്ല ചുമ അല്ലെങ്കിൽ തുമ്മൽ, കഫക്കെട്ട്, മൂക്കടപ്പ്, നല്ല ക്ഷീണം, പനി, ആസ്മ, സൈനസ് പ്രശ്നങ്ങൾ ഇവയെല്ലാം നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകില്ലേ? ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളെയും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് നല്ലൊരു സ്റ്റീം ഇൻഹലേഷൻ എടുക്കുമ്പോഴാണ്. ആവി പിടിക്കാനുള്ള വെള്ളത്തിൽ പ്രകൃതിദത്ത ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് ചേരുവകൾ കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ശ്വാസകോശത്തിലും തൊണ്ടയിലും മറ്റും കട്ടിപ്പിടിച്ചിരിക്കുന്ന കഫത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇളക്കാൻ സഹായിക്കും. ഈ ചേരുവകളെ പറ്റി പറയാം. ആദ്യം നമ്മൾ എടുക്കുന്നത് മഞ്ഞൾ, ഉപ്പ്, തുളസി, നവരയില, വേപ്പില അല്ലെങ്കിൽ ആര്യവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പേരയില. ഇനി നമ്മൾ ഈ ചേരുവകളെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൽ ഉപ്പ് മാത്രം നമുക്ക് നന്നായിട്ട് കഫമുണ്ടെന്ന് തോന്നിയാലും മാത്രം നമ്മൾ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ബാക്കിയുള്ള ചേരുവകളെല്ലാം നമ്മൾ നന്നായിട്ട് അരഞ്ഞെടുത്ത് ആവി പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ചേർക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചേരുവകളുടെ എല്ലാം ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? എന്നാൽ അതിന്റെ ഗുണങ്ങളെ പറ്റി സംസാരിക്കാം. ശ്വസന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത മരുന്നാണ് മഞ്ഞൾ. നമ്മുടെ ജലദോഷത്തിനും ചുമയ്ക്കും കാരണമാകുന്ന അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു ആന്റിസെപ്റ്റിക് കൂടിയാണ് മഞ്ഞൾ. ഉപ്പുവെള്ളം ഉപയോഗിച്ച് ആവി പിടിക്കുന്നത് വൈറസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നു. കൂടാതെ പനി, ജലദോഷം തുടങ്ങിയ രോഗങ്ങളുടെ വികസനം തുടക്കത്തിൽ തന്നെ തടയാൻ കഴിയും. ഇത് നമ്മുടെ ശ്വസനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. കൂടാതെ ചുമ, ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഉപ്പ് ഉപയോഗിച്ച് ആവി പിടിക്കുന്നത്. മലിനമായ അന്തരീക്ഷം ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഇത് ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. തുളസി ശ്വസന വ്യവസ്ഥയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. തുളസി ഇലകൾ ഉപയോഗിച്ച് ആവി പിടിക്കുമ്പോൾ ആ നീരാവി ശ്വസിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തെയോ കഫത്തെയോ അലിയിക്കുകയും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുകയും ചെയ്യും. ഇനി ഇഞ്ചിയെ പറ്റി പറയാം. ഇതിൽ പ്രകൃതിദത്ത ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി ഓക്സിഡന്റും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമൂലം അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തെ അയവ് വരുത്താനും നമ്മുടെ തൊണ്ടയിലുള്ള ഇറിറ്റേഷൻസുകളെയും മറ്റു പ്രശ്നങ്ങളെയും ശമിപ്പിക്കാനുമുള്ള നല്ലൊരു ഊഷ്മള ഗുണം നമ്മുടെ ഇഞ്ചിക്കുണ്ട്. വേപ്പിലയിൽ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഫംഗൽ,
ആന്റി ബാക്ടീരിയൽ, ആന്റി ഓക്സിഡന്റ് എന്നീ സവിശേഷതകൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന ഗുണങ്ങൾ വേപ്പിലയിലുണ്ട്. പനി, ജലദോഷം, ചുമ എന്നീ തടസ്സങ്ങളെ ശമിപ്പിക്കുവാനും വായുവിലൂടെയുള്ള ബാക്ടീരിയ മലിനീകരണം നിയന്ത്രിക്കാനും ആര്യവേപ്പില അല്ലെങ്കിൽ വേപ്പില നമ്മളെ ഏറെ സഹായിക്കും. ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ് നവര. പനിക്കൂർക്ക, കർപ്പൂരവള്ളി എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. ശിശുക്കളിലും മുതിർന്നവരിലും കഫത്തെ അകറ്റാനുള്ള സവിശേഷ ശേഷി ഇതിനുണ്ട്. മൂക്കിലെ കഫം നീക്കി നന്നായി ശ്വാസമെടുക്കുന്നതിനും ചുമ, ജലദോഷം, തൊണ്ടവേദന, പനി എന്നിവയെ അകറ്റാൻ പനിക്കൂർക്കയിട്ട് തിളപ്പിച്ച വെള്ളം ആവി പിടിക്കുന്നത് സഹായിക്കുന്നു. പേരയില കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേരയില കൊണ്ടുള്ള ആവിപിടുത്തം ചുമയും ജലദോഷവും ഒഴിവാക്കാൻ സഹായിക്കുന്നു. കാരണം ശ്വാസകോശത്തിലെ കഫത്തെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. കൂടാതെ ശ്വാസനാളം, തൊണ്ട, ശ്വാസകോശം എന്നിവയെ അണുവിമുക്തമാക്കുന്നു. നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന പേരയിലകൾ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്കൊന്ന് ആവി പിടിച്ചാലോ? ആദ്യം നമുക്ക് ആവി പിടിക്കാനായിട്ട് ഒരു വായുവട്ടം വലിപ്പമുള്ള പാത്രമോ ചെറുതായതോ നമുക്ക് തിരഞ്ഞെടുക്കാം. ആവി പിടിക്കാനുള്ള വെള്ളത്തിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് നന്നായി കഫം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത്, ഇവ കൂടാതെ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മൾ നന്നായി ആവി പിടിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഫലപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക. എനിക്ക് പേഴ്സണലി വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അയച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി തിരിച്ചു വരാം.